ഫുട്ബോൾ മൈതാനത്ത് ദൈവം അവതരിച്ച 1986 കഴിഞ്ഞാണ് റൊസാരിയോയിൽ ലയണൽ ആന്ദ്രേസ് മെസ്സിയുടെ ജനനം. 90-ൽ ദൈവം പരാജിതനായി കരയുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന അച്ഛനും അമ്മയ്ക്കും ഇടയിലൂടെ 4 വയസ്സുകാരൻ പയ്യൻ ദൈവത്തെ പോലെ പന്ത് തട്ടി കളിച്ചു. അവർ കരച്ചിൽ നിർത്തി. പയ്യൻ ന്യൂവെൽസ് ഓൾഡ് ബോയ്സും കടന്ന് ബാഴ്സയിലെത്തി. നാട്ടുകാർ പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല. അവർ ഏരിയൽ ഒർട്ടേഗയിൽ വീണ്ടും ദൈവത്തെ കണ്ടു. എതിരാളികൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ് ഒരു മിന്നായം പോലെ കടന്നുപോയ ഒർട്ടേഗ പക്ഷേ കപ്പുമായി തിരിച്ചു വന്നില്ല. സാവിയോളയും പിന്നെ റിക്വൽമിയും അവതരിച്ചു. പക്ഷേ ദൈവങ്ങളായില്ല. 2006-ൽ കരയുന്ന റിക്വൽമിക്കും കാമ്പിയാസോക്കും ഇടയിലിരിക്കുന്ന 18-കാരന്റെ മുഖത്ത് അവർ പ്രതീക്ഷയുടെ തിരിനാളം കണ്ടു. കാത്തിരിക്കാൻ വീണ്ടും കാരണം. 2010 ലോകകപ്പിനെത്തുമ്പോൾ അവനകത്തും പഴയ ദൈവം പുറത്തുമുണ്ടായിരുന്നു. പക്ഷെ വിധിയെ തടുക്കാൻ അവർക്കുമായില്ല. 2014 ആയപ്പോഴേക്കും അയാളെ ലോകവും മിശിഹ എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു. പെലയുടെ തിരുമുറ്റങ്ങളിൽ അയാൾ പലതവണ അവതരിച്ചു. ആ ചിറകിലേറി 21 വർഷത്തിനു ശേഷം അവർ ലോകകപ്പിന്റെ ഫൈനലിലെത്തി. അതിനപ്പുറത്തേക്ക് പോകാൻ ദൈവം പക്ഷേ പൂർണ്ണനായിരുന്നില്ല. എന്നാൽ പ്രതീക്ഷകളുടെ അസ്തമയമായിരുന്നില്ല അത്. കോപ്പ വന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ ചിലിയൻ പോരാളികളുടെ അട്ടഹാസം. വീണ്ടും കാത്തിരിപ്പ്. നൂറ്റാണ്ടിന്റെ കോപ്പ വന്നു. അത് അയാൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന് പോലും പലരും അടക്കം പറഞ്ഞു. അവതരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിനും മനസ്സിലായ നിമിഷങ്ങൾ. അത്ഭുതങ്ങൾ കാണിച്ച് അവസാന അംഗത്തിലേക്ക്. മുന്നിൽ വീണ്ടും ചിലിയൻ പോരാളികൾ. ദൈവം ദുരന്ത നായകനായ നിമിഷങ്ങൾ. അന്നാദ്യമായി അയാൾ കരഞ്ഞു. മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രധാനപ്പെട്ട മത്സരത്തിൽ ആ ചങ്ങായി നിന്നാവുക വിരമിക്കാനായിരുന്നു. ഓ രാജ്യത്ത് പോകുന്നു. ഓ ചുക്കു ചെയ്താൽ Rest in peace. അസ്തമയത്തിന് ശേഷം ഒരു ഉദയമില്ലെങ്കിൽ പിന്നെ അതൊരു സൂര്യനല്ലാതിരിക്കണം. കുരിശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ പിന്നെ അയാൾ ഒരു മിശിഹായല്ലാതിരിക്കണം.